അങ്ങനെ വരുന്ന സമയത്ത് ഹാർഡ് വുഡിലുള്ള നമ്മൾ അറക്കപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ സോഫ്റ്റ് വുഡാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ സോഫ്റ്റ് വുഡ് പറയുന്നത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ ഈ ആഴ്ചയും കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ആഴ്ചയും നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കർഷകരെ. നമുക്ക് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അനക എന്ന നാടൻ തക്കാളിയുടെ വിത്ത് പാകമായിട്ടുണ്ട്. വിത്ത് ആവശ്യമുള്ളവർ 5 രൂപേൻ്റെ സ്റ്റാമ്പ് പൊട്ടിച്ച കവർ, സ്വന്തം വിലാസം എഴുതിയ കവർ എനിക്ക് അയച്ചു തരിക. എൻ്റെ അഡ്രസ്സ് ഞാനിവിടെ പിൻ ചെയ്യാം. ആ അഡ്രസ്സിലേക്ക് അയച്ചു തരിക. നമുക്ക് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ എല്ലാ കവറും എത്തുന്നതോടുകൂടിയിട്ട് നമുക്ക് വിത്തായിട്ട് തിരിച്ചയച്ച തരാവുന്നതാണ്. അനക എന്ന തക്കാളിയുടെ ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടരോഗത്തിന്, മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യാൻ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനവും കൂടിയാണ്. വാട്ടരോഗത്തിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. തക്കാളിയുടെ വെള്ള രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു തക്കാളി ഇനമാണ്, നാടൻ തക്കാളി ഇനമാണ്. നമ്മൾ സാധാരണ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇതുകൊണ്ട് ഇപ്പോഴും എനിക്ക് തക്കാളിയൊക്കെ ലഭിക്കുന്നുണ്ട്, നല്ല തക്കാളി ലഭിക്കുന്നുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാറ് അതിൻ്റെ ഇത്രയും കടുത്ത വേനലിലും നല്ല തക്കാളി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന, മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിത്തിനമാണ് അനക. അപ്പോൾ അത് വിത്ത് ആവശ്യമുള്ളവർ, എൻ്റെ കയ്യിൽ കുറച്ചേ വിത്ത് കയ്യിലുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കവർ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിത്തുകൾ ഞാൻ തിരിച്ചയച്ചു തരുന്നതാണ്. ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് കവർ ലഭിച്ചു കഴിഞ്ഞാൽ, വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അനകയുടെ വിത്ത് അയച്ചു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് പരമാവധി അയച്ചു തരിക. കൂടുതൽ ആവശ്യമുണ്ട് പറഞ്ഞാൽ അടുത്ത സീസണിൽ എനിക്ക് അനകയുടെ വിത്ത് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കവർ അയച്ചാൽ ആദ്യം അയക്കുന്ന കവറുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ തക്കാളി വിത്ത് ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ വിത്ത് പാകമായ ശേഷം ഞാൻ മുളപ്പിച്ച് നോക്കി. മുളശേഷി നല്ല പോലെയുണ്ട്, നല്ല കരുത്തോടു കൂടിയാണ് മുള വന്നിരിക്കുന്നത്. എല്ലാ വിത്തുകളും പാകിയ എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഗുണമേന്മയുള്ള വിത്താണ്. അപ്പോൾ അത് പാകി മുളപ്പിച്ച ശേഷം മാത്രമേ ഞാൻ വിത്ത് പാകമായിട്ടുണ്ട് എന്നുള്ളത് പറയുള്ളൂ. അതിന് മുമ്പ് ഞാൻ പാകമാവാതെ വിത്തുകൾ ആർക്കും അയച്ചു തരില്ല. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പാകമായി എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഞാൻ കവർ അയക്കാൻ പറയുള്ളൂ. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് കവർ അയക്കുക. അപ്പോൾ ആ കവറിന് മീതെ തക്കാളി, നാടൻ തക്കാളി ഇനമായ അനകയുടെ വിത്തിന് ആവശ്യത്തിന് വേണ്ടി എന്ന് കവർ അയക്കുക. മറ്റുള്ള വിത്തിന് വേണ്ടിയിട്ട് കവർ അയച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ആ വിത്ത് പാകമാവാത്ത മുമ്പ് എനിക്ക് അയച്ചു തരാൻ സാധിക്കില്ല. തക്കാളിയുടെ വിത്തിലോടൊപ്പം ആ വിത്ത് മാത്രമേ അയച്ചു തരുള്ളൂ. അത് പ്രത്യേകമായിട്ട്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പയറിന് 19 ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. തൈകളുണ്ടാക്കി നടുന്ന ആ സ്റ്റേജ് വരെ തൈകൾക്ക് ആരോഗ്യത്തോടു കൂടി വളരാനും മറ്റും കരുത്തോടു കൂടി വളരാനൊക്കെ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് 19 സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്നുള്ള വളർച്ച ഉണ്ടാവും എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൂടെയാണ് ഈ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത്. പയറിനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോൾ തൈകളുടെ വേര് വളർച്ച, തൈകളുടെ പെട്ടെന്നുള്ള വളർച്ച, ആരോഗ്യം സംരക്ഷിക്കുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 19 ഘട്ടത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. 5 കിലോ പ്രായം തൊട്ടിട്ട് നമുക്ക് മാസത്തിൽ 2 തവണയോ 3 തവണയോ നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ പയറിനാവുമ്പോൾ പയർ പൂട്ട് കായ്പിടുത്തം വരുന്ന സമയത്ത് കായകൾക്ക് വലിപ്പം വയ്ക്കണം, കൂടുതൽ വിളവ് ലഭിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പൊട്ടാസ്യം നൈട്രേറ്റോ പൊട്ടാസ്യം സൾഫേറ്റോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേഗത്തിലും നല്ല കരുത്തോടു കൂടി വളരാനും കൂടുതൽ ആരോഗ്യത്തോടു വളരാനും നല്ല വിളവ് ലഭിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ പൂവിടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മാസത്തിൽ 2 തവണ 19 സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ആവുന്നതാണ്. പൊട്ടാസ്യം നൈട്രേറ്റോ പൊട്ടാസ്യം സൾഫേറ്റോ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മാസത്തിൽ 2 തവണ 19 സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ ആരോഗ്യത്തോടുകൂടി വളർച്ചയ്ക്ക് നല്ലതാണ്. പയറിൻ്റെ ആദ്യത്തെ വളർച്ചാഘട്ടത്തിൽ, പൂവിടുന്ന സ്റ്റേജ് വരെയുള്ള വളർച്ചാഘട്ടത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് കൂടുതലായിട്ട് സ്പ്രേ ചെയ്യുന്നത്. ചോദ്യം, പുതിനയുടെ വളർച്ചയ്ക്ക് ഇത് ഗുണകരമാണോ, ആണെങ്കിൽ അതിൻ്റെ ഡോസും എത്ര തവണ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ്. ഹ്യൂമിക് ആസിഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമിക് ആസിഡ് പറയുന്ന എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം. മണ്ണിൽ ഉപയോഗിക്കാം, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, വളിയിൽ കലർത്തിയിട്ട് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ ഗുണം പറഞ്ഞാൽ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ത്വരിതപ്പെടുത്താനൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ്. കായികമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളിൽ നിന്നൊക്കെ പോഷകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കാനൊക്കെ ചെടികൾക്ക് സാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ വിളകൾക്കും നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ, ഇങ്ങനെയുള്ള ഹ്യൂമിക് ആസിഡൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. പുതിനയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ പുതിനയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്ന് പുതിനയ്ക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനും കൂടുതൽ ഇലകൾ ഉണ്ടാകാനും
അതിന് നല്ല മണം ലഭിക്കാനൊക്കെ വളരെയേറെ സഹായകരമാണ്, നല്ല ഗുണവുമാണ്. അത് പുതിനയ്ക്ക് മാത്രമല്ല, ഇലവർഗ്ഗ വിളകൾക്കൊക്കെ വളരെയേറെ ഉത്തമമാണ് ഹ്യൂമിക് ആസിഡൊക്കെ. അപ്പോൾ അത് മണ്ണിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് പ്രശ്നമില്ല. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ml മുതൽ 5 ml വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിച്ച് വേണം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറിയ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ 2 to 3 ml വരെയുള്ള എടുത്താൽ മതി 1 ലിറ്റർ വെള്ളത്തിന്. അതല്ല പറഞ്ഞാൽ നല്ല വളർച്ചയൊക്കെ എത്തി ഗ്രോത്ത് ഉള്ള സമയത്താണ് കൂടുതൽ ഇലകളൊക്കെ വരാനാണെങ്കിൽ 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അത് മുഴുവനായിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് പോയാൽ മതി. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ചയും കായികമായിട്ടുള്ള വളർച്ചയും കൂടുതൽ മണവും നല്ല ഗുണമേന്മയോട് കൂടിയിട്ട് തന്നെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടി വളരാനൊക്കെ വളരെയേറെ സഹായകരമാണ് ഇങ്ങനെയുള്ള ഹ്യൂമിക് ആസിഡ്. ചോദ്യം പറഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റിന് ഉപയോഗിക്കാൻ സാധ്യമാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നാനോ വളത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ വിളകൾക്കും നാനോ യൂറിയ ഉപയോഗിക്കാം. അത് ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം, നല്ല രീതിയിൽ മാറ്റി നട്ടതിനൊക്കെ ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ 2 ml തൊട്ട് 4 ml വരെ നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ വലുപ്പമുള്ള ചെടികളാണ്, പ്രായമായ ചെടികളാണെങ്കിൽ 4 ml ഉപയോഗിക്കാം. ചെടികളുടെ ആരോഗ്യകരമായ പെട്ടെന്നുള്ള വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് നാനോ യൂറിയ. അത് നാനോ പാർട്ടിക്കിൾ അടങ്ങിയ യൂറിയാണ്. നമുക്ക് ചിലവ് കുറവാണ്, വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് ചെടികളുടെ ഇലകളൊക്കെ വലിച്ചെടുക്കുകയും പെട്ടെന്നുള്ള വളർച്ച സാധ്യമാവുകയൊക്കെ ചെയ്യും. ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂപിടുത്തവും കായ്പിടുത്തവും വരുന്ന സമയത്ത് യൂറിയ അടങ്ങിയ വളങ്ങൾ, അതായത് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ വളരെ കുറച്ച് കൊണ്ടുവരികയും പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ് അങ്ങനെയുള്ള വളങ്ങൾ കൂടുതലായിട്ട് നൽകുകയൊക്കെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നാനോ യൂറിയ കാര്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇടവേള കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക യൂറിയേൻ്റെ. അതിനുശേഷം വിളവെടുപ്പ് കഴിയും, ഫ്രൂട്ട് പ്ലാന്റിൻ്റെ വിളവെടുപ്പ് കഴിയും. വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ പുതിയ വളർച്ചാ ഘട്ടം വരുമ്പോൾ നാനോ യൂറിയ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. മാസത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഫ്രൂട്ട് വരുന്ന സമയത്തൊക്കെ മാസത്തിൽ 1 തവണയോ 2 തവണയോ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. കൂടുതലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ അങ്ങനെയാണ് നമ്മൾ സ്പ്രേ ചെയ്യാറ്. നമ്മൾ പൂട്ട് കായ്പിടുത്തം വരുന്ന സമയത്ത് കാര്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചോദ്യം പറയുന്നത് അർക്കപ്പൊടി കിച്ചൺ കമ്പോസ്റ്റിൽ ചേർക്കാമോ എന്നുള്ളതാണ്. അർക്കപ്പൊടി നമ്മൾ കിച്ചൺ കമ്പോസ്റ്റിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള മരങ്ങളിൽ നിന്നിട്ടുള്ള അർക്കപ്പൊടിയാണ് പറഞ്ഞാൽ അതിൽ ടാനിൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ആ ടാനിൻ എന്ന രാസവസ്തു നമുക്ക് ചെടികളുടെ വേരുകൾക്കൊക്കെ വളരെ ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹാർഡ് വുഡിലുള്ള നമ്മൾ അർക്കപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ സോഫ്റ്റ് വുഡാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ സോഫ്റ്റ് വുഡ് പറയുന്നത് നമ്മൾ റബ്ബറിൻ്റെ അർക്കപ്പൊടി, അതല്ല പറഞ്ഞാൽ മട്ടി, അങ്ങനെയുള്ള തീപ്പെട്ടി കമ്പനികളിലൊക്കെ ലഭിക്കുന്ന അർക്കപ്പൊടി, അങ്ങനെയുള്ള കമ്പനികൾ, പ്ലൈവുഡ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന അർക്കപ്പൊടി, അതൊക്കെ സോഫ്റ്റ് വുഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ആ സോഫ്റ്റ് വുഡിൽ നിന്ന് ഉണ്ടാക്കുന്ന അർക്കപ്പൊടി നമുക്ക് ദോഷമില്ല. മറ്റുള്ള അർക്കപ്പൊടികളൊക്കെ നമുക്ക് ചിലപ്പോൾ ദോഷം ചെയ്യാം. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഹാർഡ് വുഡിൽ നിന്നാണ് വരുന്നത്. അതാണ് കാതിൽ കൂടുതലുള്ള ഇനങ്ങളിൽ നിന്ന് വരുന്ന ഒരു രാസവസ്തു ഉണ്ട്. ആ രാസവസ്തു നമുക്ക് മണ്ണിന് ചെറിയ രീതിയിൽ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. അതൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചെതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ അധികം അർക്കപ്പൊടി ഉപയോഗിക്കാറില്ല. അർക്കപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെതിൽ കൂടുതൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അർക്കപ്പൊടി ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളും. അടുത്ത ചോദ്യം പറയുന്നത് ഞാൻ കുറച്ച് വഴുതന ചട്ടിയിലും തറയിലും നട്ടു. ചട്ടിയിൽ വളർന്ന വഴുതനയിൽ ഇലകൾ മഞ്ഞ നിറം, ഹരിതകം വളരെ കുറച്ചേ കാണപ്പെടുന്നു. ഫലങ്ങൾ ഉണ്ടായതിന് ശേഷം NPK സ്പ്രേ ചെയ്യുന്നുണ്ട്. വളങ്ങൾ നന്നായി ഇടുന്നു. കുമ്മായിട്ട് കൊടുത്തിട്ടില്ല. വളർന്നതിന് ശേഷം മുട്ടത്തോട് പൊടിച്ചിട്ടു. ഞാൻ വെള്ളം രാവിലെയും ഉച്ചയ്ക്ക് ഒഴിക്കുന്നുണ്ട്. അതാണോ കാരണം എന്നാണ് ചോദിക്കുന്നത്. ഇലകളിലെ 75% ഹരിതകം ഇല്ലാത്ത പോലെയാണ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനി മഞ്ഞ കലർന്ന നിറം അല്ല എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുട്ടത്തോട് പറഞ്ഞാൽ മുട്ടത്തോടിൽ കാൽസ്യം ഉണ്ടാക്കുക നല്ലതാണ്. പക്ഷേ മുട്ടത്തോടിലുള്ള കാൽസ്യം വളരെ പതുക്കെ മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ചെടികളുടെ മഞ്ഞളിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചില പുതിയ ഇലകളൊക്കെ വരുന്നുണ്ടല്ലോ, പുതിയ ഇലകൾ വരുന്നതിൽ നാമ്പലകളിൽ മഞ്ഞളിപ്പ് വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവാണ്. നാമ്പ് ഇലകളിലല്ല മഞ്ഞളിപ്പ് വരുന്നത്, അതിൻ്റെ തൊട്ടു താഴെയുള്ള ഒരു മൂത്തിട്ടിലാന്ന മൂക്കാറായി അങ്ങനെയുള്ള ഇലകളുടെ താഴെയുള്ള മഞ്ഞളിപ്പും പൂർണ്ണമായിട്ട് മഞ്ഞളിച്ചിട്ടില്ല, ഞരമ്പുകൾ പച്ച കളറിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഇലകളൊക്കെ പ്രധാനമായിട്ടും മാഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും. മാഗ്നീഷ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല. ചെടികൾ ആരോഗ്യത്തോടുകൂടി വളരില്ല. ചെടികൾക്ക് ഹരിതകം നഷ്ടപ്പെടാനൊക്കെ ഇടവരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിളവ് മോശമാവാൻ, ചെടികൾക്ക് രോഗങ്ങൾ വളരെ പെട്ടെന്ന് വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാം. അതല്ല പറഞ്ഞാൽ ഡോളമേറ്റ് ഇട്ട് കൊടുക്കാം. ഡോളമേറ്റ് പറഞ്ഞാൽ ഗുണമേന്മയുള്ള ഡോളമേറ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് മാഗ്നീഷ്യം ലഭിക്കുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് എപ്സം സാൾട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ. അങ്ങനെ ഘട്ടങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ ഈ മഞ്ഞ കളറ് എന്ന് പറയുന്നത് നമ്മൾ ഈ നാമ്പിലകളിലല്ല വന്നിട്ടുള്ള ബാക്കിയുള്ള ഇലകളിലാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ അധികം വഴുതനയ്ക്കും തക്കാളി, മുളക് അങ്ങനെയുള്ള വിളകൾക്കൊക്കെ പ്രധാനമായിട്ടും വരുന്നത് മാഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും. അത് ആദ്യത്തെ ഫ്രൂട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അധികം അങ്ങനെയുള്ളതൊക്കെ കാണപ്പെടുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് അങ്ങനെ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കാണപ്പെടുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവും അങ്ങനെ കാണപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് മാഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആഴ്ചത്തെ കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ കൃഷി അറിവുകളും മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.